എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. അച്ഛൻ കാശിന്ന് വരുന്നത് വരെ മോനൊന്ന് ക്ഷമിക്ക്. കാശിക്ക് പോയൊരു പാപം തീർക്കെ മോക്ഷം നേടുക ഒക്കെ ചെയ്യും. ഹരിയെ ചതിച്ചവർക്കിനി ഹരിയുടെ തീരുമാനങ്ങളിൽ ഒരു സ്ഥാനവുമില്ല. ആതിര ചേച്ചി വീട്ടിൽ കൊണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഹരിച്ചേട്ടന് ആതിര ചേച്ചിയോടൊപ്പം താമസിക്കാനാണെങ്കിൽ വേറെങ്ങും പോണ്ട. ചേച്ചി ഈ വീട്ടിൽ തന്നെ താമസിച്ചോ, ഞങ്ങൾ ഇവിടുന്ന് മാറി നിന്നോളാം. അച്ഛൻ പറയാതെ കാശിക്ക് പോയതിന്റെ ദേഷ്യ ഹരിച്ചേട്ടന്. അത് കേട്ട് ആതിരയെടുത്ത് ഇവിടം വിട്ട് ഒരു കാരണവശാലും പോകരുത്. 4ാം വിരുന്നിനല്ലാതെ ആതിരയെ ഹരി വീട്ടിൽ കൊണ്ടുചെന്നാക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. രാജശേഖരൻ തീർത്ഥാടനം കഴിഞ്ഞെത്തുന്നത് വരെ മക്കള് രണ്ടാളും ഈ വീട്ടിൽ തന്നെ തുടരണം. ഞങ്ങൾ വല്ല ലോഡ്ജിലേക്കോ മറ്റോ മാറിക്കോളാം. ചേച്ചി, ഈ കുടുംബത്തിന്റെ തോൽവി ആഗ്രഹിക്കുന്നവരെ ബോധിപ്പിക്കാനെങ്കിലും ആതിര ചേച്ചി ഇവിടെ കഴിയണം. അഭിലാഷേ, ഞാൻ ഈ വീട്ടിലെ താമസം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ആതിരയും കുട്ടി ഇന്ന് ഇവിടെ നടക്കും. പുതിയ വീട്ടിൽ എന്റെ ഒപ്പം ജീവിക്കാൻ ആതിരയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. ഹരി, നിനക്കിത് എന്തു പറ്റി? എന്തൊക്കെ അനുഭവിച്ച് നേരിട്ടുമാണ് നമ്മൾ ഈ ദിവസം വരെ എത്തിയെന്നുള്ള കാര്യം നീ മറന്നോ? ഒന്നും മറന്നിട്ടില്ല. മരണം വരെ ഒന്നും മറക്കാനും ആവില്ല. നിന്നെ തോപ്പിക്കാൻ നടന്നവരുടെ മുന്നില് വിജയിക്കണമെങ്കിൽ നീയും ആതിരയും കൂടെ ഒന്നിച്ച് ജീവിക്കണം. കൂടെ നിന്ന് സ്വന്തം അച്ഛൻ പരാജയപ്പെടുത്തിയവന് ഇനിയൊരു തോൽവി വിജയമൊന്നും വിഷയമല്ലല്ലോ. എടാ, അത് നീ അങ്ങനെ ചിന്തിക്കല്ലേ. നിങ്ങളുടെ കല്യാണം നടന്നു കിട്ടാൻ അച്ഛൻ ഒരു പഴയ ബുദ്ധി പ്രയോഗിച്ചു. അങ്ങനെ ചിന്തിച്ചൂടെ നിനക്ക്?